എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിമ്മി. ഇതെന്റെ ഹസ്ബൻഡ് സെൽവിൻ. ഡ്രൈവിംഗിലാണ്. ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മുംബൈ ടു കേരള ഒരു 1 month ട്രിപ്പ് ആയിരിക്കും. അപ്പൊ ഇന്നിപ്പോ ഞങ്ങള് കൊൽഹാപൂരിലേക്കാണ്. 6:15 മോർണിംഗിൽ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഒരു 8 hours ജേർണി കൊൽഹാപൂരിലേക്ക്. അപ്പൊ അവിടെ ഒരു 5:30ക്ക് എത്തും. അതിന്റെ ഇടയിൽ ലഞ്ച് ബ്രേക്ക്, ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് ഒക്കെ ഉണ്ടാവും. 2 days കൊൽഹാപൂർ. ഫൈനലി ഞങ്ങൾ കൊൽഹാപൂർ എത്തി. 3 മണിക്ക് എത്തി. 5 മണിക്ക് എത്തുന്ന വിചാരിച്ചെങ്കിലും ഞങ്ങൾ നേരത്തെ എത്തി. ഒരു ട്രാഫിക് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 3 മണിക്ക് നല്ല സ്മൂത്തായിട്ട് എത്തി. 3 മണിക്ക് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് സൈറ്റ് സീയിങ്ങിന് കുറച്ച് കൂടുതൽ സമയം ഉണ്ട് ഇന്നിപ്പോൾ ഇവിടെ. അപ്പം ഞങ്ങളിപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഈ പാലസ് കാണാനാണ് വന്നേക്കുന്നത്. ഇത് ഷാഹു മഹാരാജാവിൻ്റെ ഒരു പാലസാണ്. 18th century ഉണ്ടാക്കിയ. ഇതാണ് ഈ പാലസിൻ്റെ സൈഡ് വ്യൂ. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ക്ലോക്ക്, ഇത് എവറി 15 minutes ബെല്ലടിക്കും. 1881 ഇൻസ്റ്റാൾ ചെയ്ത ഒരു ക്ലോക്കാണിത്. ഇപ്പോഴും ഒരു പ്രോബ്ലം ഇല്ലാതെ ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്. 15 minutes ഒരു വോയിസ് ആണെങ്കിൽ 1 hour അത് ബെല്ലടിക്കും. എവറി 1 hour ഒരു വേറൊരു വോയിസിലും അത് ബെല്ലടിക്കും. പിന്നെ ഈ കാണുന്ന താഴെ ഇവിടെ കാണുന്ന ഈ ബ്ലൂ കളറിലുള്ള വിൻഡോസ്, ഇവിടെയാണ് രാജകുടുംബമൊക്കെ താമസിച്ചിരുന്നത്. ഈ താഴെ ഉള്ള സ്ഥലം ഇപ്പോൾ ഇതാണ് വിസിറ്റേഴ്സിന് കാണാൻ വേണ്ടി കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ക്യാമറ അല്ല ഇവിടെ അല്ലാത്തത് കാരണം നമുക്ക് ഇവിടുത്തെ വീഡിയോസും ഫോട്ടോസും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊൽഹാപൂരിലെ രംഗാല ലേക്കിൻ്റെ സൈഡിലാണ്. ഈ ലേക്ക് ഒരു മാൻമെയ്ഡൊന്നുമല്ല. 8th century ഒരു എർത്ത് തന്നെ ഉണ്ടായ ഒരു ലേക്കാണിത്. പക്ഷേ ഇത് 19th and 20th century ഷാഹു മഹാരാജാവാണ് ഇത് ഡെവലപ്പ് ചെയ്ത് ബ്യൂട്ടിഫൈ ചെയ്തെടുത്തത്. ഇപ്പോൾ ഒരുപാട് പഴക്കമുള്ളൊരു ലേക്ക്. അപ്പോൾ രാത്രിയാണ് ഇവിടുത്തെ ഭംഗിയെ കാണാൻ നല്ലതെന്ന് പോയി കാണേണ്ടതെന്ന് പറഞ്ഞ കാരണം ഞങ്ങളും രാത്രിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രാത്രി ഇവിടെ വന്നപ്പോൾ നിറച്ചൊരു ടൂറിസ്റ്റ് സെൻ്ററായിട്ടാണിത്. കൊൽഹാപൂരിൻ്റെ വേറൊരു അട്രാക്ഷനാണിത്. ഇപ്പോൾ പകൽ പോലെ തന്നെ ഇപ്പോഴും രാത്രി നിറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ കാണാനും നല്ലതാണ്. ഇപ്പോൾ ക്ലൈമറ്റും നല്ലതാട്ടോ. ഈ സമയത്ത് നല്ല തണുപ്പുണ്ട്. ഒരുപാട് അങ്ങനെ ചൂടുള്ളൊരു ക്ലൈമറ്റും അല്ല. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടോ.